പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം കേൾക്കുമ്പോൾ നല്ല ഭക്തിയുള്ള വാക്കാണ്. പക്ഷെ അവിടെ നടക്കാൻ പോകുന്നത് 50 യുവതികൾ റിസോർട്ടിൽ നിന്നും അവിടെ പമ്പയിൽ നേരിട്ടെത്തിക്കുന്നു. മികച്ച ആഹാരം. എന്താണ് അവിടെ നടക്കുന്നത്? ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞ് കുറേ ആഡംബരം, നവകേരള സദസ്സ് ഇങ്ങനെ കുറേ ആഡംബരങ്ങൾ പണം ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വഴിയിൽ ഒന്നുകൂടിയാണ്. അതിനൊക്കെ ഓരോരോ ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനും ദുരുദ്ദേശം തന്നെയാണ്. കാരണം പലതരത്തിൽ ഇവരടുത്ത തെരഞ്ഞെടുപ്പ് കൂടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു തന്ത്രം, ഭക്തരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം, കപട ഭക്തിയുടെ ഒരു പ്രകടനമാണ് നടക്കാൻ പോകുന്നത്. ഇതിലൊരു ഇത് വരുന്നത് ഭക്തർ തന്നെയാണ്. ഈ ആഡംബര ജീവിതം രീതികൾ കേൾക്കുമ്പോൾ സംശയമുണ്ട്. അതെ, ഭക്തർ, AC ബസ്സുകൾ, വെള്ളം നൽകാൻ 40 യുവതികൾ, അതിലേക്ക് വരികയാണ്. അതായത് കപട ഭക്തിയാൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് ഈ അയ്യപ്പനെ ഷോക്കേസ് ചെയ്യേണ്ട ആവശ്യം? കേരള ഗവൺമെൻറ്റിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഒന്നും സഹായം വേണ്ട. ദേവസ്വം ബോർഡും കേരള ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സനാതന ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ കുടികൊണ്ടിരുന്ന ഒന്നാണത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായെങ്കിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രം തീവച്ചതാരാണെന്ന് കണ്ടുപിടിക്കൂ. തീവച്ച കാര്യത്തിൻ്റെ റിപ്പോർട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ മൈക്രോ ഫിലിം ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കണം. എന്തായാലും തെളിവുകളുണ്ട്. അതിനെപ്പറ്റി ഒരു കമാന്നൊരക്ഷരം മിണ്ടാതെ ഇത്രയും കാലമുള്ള ഗവൺമെൻറ്റുകൾ കേരള ജനതയെ പറ്റിച്ചു. സത്യമറിയണം, സത്യമറിയണം, സത്യമറിയാനുള്ള അവകാശം മൗലിക അവകാശമാണെന്നൊക്കെ പറയുന്നവരെവിടെ പോയി? സത്യമറിയണ്ടേ? എന്തുമായിക്കോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു കലാപമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പൂർവോത്തരം ശക്തിയായിട്ട് തന്നെ ശബരിമല ഇപ്പം മുന്നോട്ട് പോകുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ ത്രാണിയുള്ള ഒരു ഭക്തസാഗരമാണത്, ഒരു ഭക്ത തരംഗമാണ്, ഒരു ഭക്തി തരംഗമാണ് ആഗോളമായിട്ടുള്ള നിലയിൽ. നമ്മളൊന്ന് ഓർക്കണം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തന്നെ പോകുന്നു. നമ്മൾ എവിടെ പോയാലും ശരി, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ, ഏത് കുഗ്രാമത്തിൽ പോയാലും അവിടെ അയ്യപ്പ സംഗമത്തിൻ്റെ, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ, അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഒരു ഭക്തി തരംഗം അവിടെയെല്ലാം ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള പൂജാരിമാർ തന്നെ പലപ്പോഴും അവിടങ്ങളിലൊക്കെ പോകാറുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായം കൊണ്ടല്ല, തനതായിട്ട് ഒരു ദേവസ്വം ബോർഡിൻ്റെയും സഹായം കൊണ്ടല്ല, തനതായിട്ട് പടർന്നു പന്തലിച്ച് ശാഖപ്രശാഖകളായിട്ട് ലോകമെങ്ങും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ്. മതവൈരമില്ലാത്ത, മതവെറിയില്ലാത്ത ഒരു ദൈവത്തിൻ്റെ ദക്ഷിണാത്യനായിട്ടുള്ള, കേരളത്തിന് അഭിമാനമായിട്ടുള്ള, കേരളത്തിൽ ജനിച്ചു എന്ന് സങ്കല്പിക്കപ്പെടുന്ന, പന്തളത്ത് പിറവി കൊണ്ടു എന്ന് സങ്കല്പിക്കപ്പെടുന്ന വ്യക്തമായിട്ടുള്ള ദിശാബോധമുള്ള ഒരു സങ്കല്പം, വ്യക്തതയുള്ളൊരു സങ്കല്പം. പാണ്ഡ്യരാജാക്കന്മാരും ആദി ഭാർഗവ ക്ഷേത്രത്തിൽപ്പെട്ട രാജാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ളത്. എൻ്റെ ചരിത്രമല്ലല്ലോ നമ്മുടെ വിഷയം. ഇവിടെ ഇപ്പോൾ അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ഒരിടം എന്തിനാണ് മലീമസമാക്കാൻ വേണ്ടിയിട്ട് 40 പെണ്ണുങ്ങളെയും കൂട്ടി പമ്പയിലേക്ക് പോകുന്നത്? പമ്പ, ശബരിമല, ഇതൊക്കെ ഭക്തി സാന്ദ്രത കൊണ്ട് ഉണ്ടാകുന്ന, ഭക്തരുടെ സംഗമം കൊണ്ടും സാന്ദ്രത കൊണ്ടും പ്രകൃതിക്ക് പോലും താങ്ങാനാവാത്തത്ര പ്രഷർ ഏൽക്കുന്നതാണ്. ഇപ്പം ഓണത്തിന് തന്നെ എത്രമാത്രം ആൾക്കാരാണ് അവിടെ പോയി സന്ദർശിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഇത് കടുവ സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ ശബരിമല ക്ഷേത്രമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം. ആ കടുവ എന്ന് പറയുന്നത് പിന്നെ അയ്യപ്പൻ്റെ ഒരു വാഹനം അല്ലെങ്കിൽ മണികണ്ഠൻ്റെ ഒരു വാഹനമാണ് എന്ന് പറയുന്നതിന് അത് നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ടൊരു അർത്ഥമല്ല, ഒരു ആന്തരികാർത്ഥമുണ്ട്. കാരണം പരിസ്ഥിതിയുമായിട്ട് എങ്ങനെ ഇണങ്ങിച്ചേരുന്നു, പരിസ്ഥിതിയിലെ പ്രെഡേറ്റേഴ്സായിട്ടുള്ള, അതായത് മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളെ പോലും എങ്ങനെ മെരുക്കി പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശബരിമല യാത്രയുടെ സങ്കല്പം തന്നെ. കല്ലും മുള്ളും കാടും കടന്ന് അവിടെ പോവുക. ഭക്തന്മാരായിട്ട് പോയി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുകയില്ല. മറിച്ച് മീനിൻ്റെയും മാംസത്തിൻ്റെയും നാറ്റവുമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും. എന്തുകൊണ്ടാണ് കണ്വാശ്രമത്തിലും ആശ്രമങ്ങളിലുമൊക്കെ മൃഗങ്ങൾ പോലും, വന്യമൃഗങ്ങൾ പോലും വളരെ ശാന്തരായിട്ട് കഴിയുന്നത്? കാരണം മനുഷ്യനിലപ്പം ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ അല്ലെങ്കിൽ സസ്യാഹാരത്തിൻ്റെ മണമാണ് പ്രസരിക്കുന്നത്. അവിടെ ഒരു കടുവയും അല്ലെങ്കിൽ ഒരു സിംഹവും വന്ന ആക്രമണം അങ്ങനെ ആവശ്യമില്ലാതെ നടത്തുകയില്ല, ഉണ്ടായേക്കാം. അങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു അന്തരീക്ഷമാണ് അവിടെ വേണ്ടത്. ആ പരിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വൈദേശികമായിട്ടുള്ള അഭിരുചികളുള്ള ആൾക്കാരെയും പെണ്ണുങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് 40 പേരെ അവിടെ കൊണ്ടുവന്ന് വിതരണത്തിനുമൊക്കെ ആയിട്ട് വിമാനങ്ങളിൽ വിളിച്ചാനയിച്ച് കൊണ്ടുവരിക. എന്നിട്ടോ അവർക്ക് ഓരോ പാക്കറ്റ് വീതം കൊടുക്കുകയാണ്. പാക്കറ്റ് എന്താണ്?
അമേരിക്കൻ ട്രോളി ബാഗിനകത്ത്, അമേരിക്കൻ ട്രോളി ബാഗാണ്. എന്ത് വില വരുന്ന ബാഗാണ്, സാധാരണക്കാരന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത ട്രോളി ബാഗിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്ന, കുരുമുളക്, ഏലയ്ക്ക, അരവണ, അപ്പം, പായസം, ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു പാക്കറ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കുക. അയ്യപ്പനെ അല്ല അവിടെ തൃപ്തിപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നത് ഇവിടെ എന്തെങ്കിലും നിവേദ്യം എന്ന് പറയുന്നത് അവിടെ ഈ സീസൺ കാലത്തല്ല, അയ്യപ്പൻ്റെ മുമ്പിൽ നിവേദിക്കുമ്പോഴാണ് അത് നിവേദ്യമായിട്ട് മാറുന്നത്. അതിനാണ് നിവേദ്യം എന്ന് പറയുന്നത്. ഇത് സർക്കാർ ഫാക്ടറികളിൽ ഉണ്ടാക്കി ഇവരെ അങ്ങ് സൂചിപ്പിക്കുക. എന്നാൽ പിന്നെ ഓരോ കുപ്പി ബിവറേജസ് കോർപ്പറേഷൻ്റെ കള്ളും കൂടെ ബീഫ്കോയുടെ കള്ളുണ്ടല്ലോ, അതിലോരോ കുപ്പിയും കൂടെ കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുത്തുവിടായിരുന്നു. അങ്ങനെ ഭക്തിയുടെ ലഹരി സൃഷ്ടിക്കുന്ന, ഭക്തിയുടെ സാഹാരം വേണമെന്ന് ഇപ്പൊ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ചിലപ്പോൾ അതും വിതരണം ചെയ്യുമായിരിക്കും. ഭക്തിയുടെ വിദേശത്ത് നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് സാറ് പറഞ്ഞ പോലെ മദ്യവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാംസാഹാരം എല്ലാം കൊടുത്ത് അവർക്ക് അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സംഘടിപ്പിച്ചു കൊടുക്കും. ഭക്തി ശാന്ത ചിലപ്പോൾ അവിടുത്തെ മാനികളെയൊക്കെ ആയിരിക്കും അതിനു വേണ്ടി കൊല്ലുക. അങ്ങനെ കൊടുക്കാം. വെടിയിറച്ചി വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുക്കാൻ തയ്യാറാണ്. 40 സ്ത്രീകളും ഉണ്ടല്ലോ. എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ്. അപ്പോൾ കുറച്ച് മദ്യവും മദിരാക്ഷിയും എല്ലാം കൂടെ ചേർത്ത് ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്വേഷണം, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ലേ. എന്നിട്ട് എന്താ പ്രശാന്ത് പറഞ്ഞത്, ലോകമെങ്ങും മതേതരത്വത്തിൻ്റെ തത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടും അയ്യപ്പനെ ലോകമെങ്ങും കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് ഇയാൾ. വാസ്തവത്തിൽ എന്തുവാ ഇതിൻ്റെ കാര്യമെന്നറിയാവൂ? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ, പണ്ട് ആചാരം ലംഘിച്ച് ശബരിമലയിൽ യുവതികളെ കയറ്റിയത് വിശ്വാസികൾക്കുള്ള കോപം ശമിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ വോട്ട് ചോരാതെ നോക്കും. ഇതാണ് ലക്ഷ്യം. അടുത്ത തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ വോട്ട് കിട്ടണം. അതിനുവേണ്ടി നടത്തുന്ന ദുഷ്ചെലവാണ്. ഒന്നുകിൽ ഇത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട്, ഇതല്ലെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ ഭക്തർ അർപ്പിച്ച കാണിക്ക കൊണ്ട്. ഇതാണ് ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ളൊരു കാര്യം, 100% അനാവശ്യം. രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, ഒരു ഭക്തൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സംഗമത്തിൽ ആരാ പങ്കെടുക്കുന്നത്? വലിയ പണക്കാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിമാനത്തിൽ കയറ്റിക്കൊണ്ട് വരിക. വന്നു കഴിഞ്ഞാൽ അവരുടെ പണത്തിൻ്റെ, സോഷ്യലിസം പറയുന്ന ഇതേ ഗവൺമെൻറ് തന്നെ അവരെ പല കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുക. ഡയമണ്ട്, ഗോൾഡ്, സിൽവർ പല തരങ്ങളായിട്ട് തിരിക്കുക. ഇതാണ് അവരുടെ സോഷ്യലിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇതിനകത്ത് കൈകടത്തേണ്ട ആവശ്യം എന്താ? വാസ്തവത്തിൽ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ആവശ്യമില്ല. കേരളം എന്തിനാ, ഒരു ഗവൺമെൻറ് എന്തിനാ കയറി ഒരു മതത്തിൻ്റെ ആ കാര്യങ്ങളിൽ കയറി ഭരിക്കുന്ന എന്താവശ്യമാണ് അതിൻ്റെ ഉള്ളത്? എന്തനാവശ്യമാണത്? ഗവൺമെൻറ്റിനെ മതേതര ഗവൺമെൻറ്, മതേതരത്വം നമ്മുടെ മൂല്യമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഗവൺമെൻറ് ഒരു മതത്തിന് വേണ്ടി, ഒരു മതത്തിൻ്റെ തന്നെയാണ്, ഒരു സംശയവുമില്ല, അവിടെ എല്ലാ മതക്കാർക്കും പ്രവേശിക്കാമെന്നുള്ളത് മാത്രമല്ല, അത് മറ്റൊരു മതത്തിൻ്റെ അല്ല ആ സ്ഥാപനം അവിടെയുള്ളതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഹിന്ദു പുരാണങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഒരു സങ്കല്പവും വിശ്വാസവും അതുപോലെ പ്രതിഷ്ഠാപനവുമാണ് അവിടെ ഉള്ളതും. നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ സന്നിധാനമാണ് അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ അമിതമായ ആവേശം കെട്ടി അവരെ നിയമവിരുദ്ധമായി, പോലീസിൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വേറൊരാൾ കളിയാനുള്ളതല്ല, പോലീസുകാരൻ ആർക്കാണോ ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അയാൾ മാത്രം അണിയാനുള്ള വസ്ത്രങ്ങളും ധരിപ്പിച്ചുകൊണ്ട് ശബരിമല വിശ്വാസത്തെ വസ്ത്രാക്ഷേപം ചെയ്തവരാണ്. ഇന്നിപ്പോൾ പെട്ടെന്ന് പരമഭക്തി അങ്ങോട്ട് മുഴുത്തുകൊണ്ട് ഇവരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്ന ശാപ്പാട് വെജിറ്റേറിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വെജിറ്റേറിയൻ കഴിക്കുന്ന സംസ്കാരമുള്ള ആൾക്കാരൊന്നുമല്ല വരുന്നത്. പിന്നെ ആരെയൊക്കെയോ പറ്റിച്ചിട്ടുണ്ട് ഇവർ. ശബരിമല അയ്യപ്പ സംഗമം ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. എങ്ങനല്ല, ശബരിമല ഭക്തന്മാരുടെ ആഗ്രഹം 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയെ പോലെ ശുദ്ധമായ സസ്യാഹാരം കഴിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീ സമ്പർക്കങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടെ പോകുന്ന ഒരു വ്രതമാണ് അവർ അനുഷ്ഠിക്കേണ്ടത്. അതാണ് അയ്യപ്പ സങ്കല്പത്തിലുള്ളത്. അപ്പോൾ ഇത് എല്ലാത്തിനും വിരുദ്ധമായി കുറേ സ്ത്രീകളെ അവിടെ സപ്ലൈ ചെയ്യാൻ കൊണ്ടുവരിക, എല്ലാ തരത്തിലുമുള്ള ഒരു 5 സ്റ്റാർ സംസ്കാരം അവിടെ കൊണ്ടുവന്നുകൊണ്ട് ആ പരിസരത്തെ ദുഷീകരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, 5000 പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. 5000 എന്ന് പറയുന്നതിന് മുകളിലാവും. കാരണം ഇവർക്ക് കുടിച്ചു തീർക്കാൻ ഇതിലും കൂടുതൽ വേണ്ടി വരുമല്ലോ. 3000 പേരല്ലേ വരുന്നത്. അത്തരം പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്. നമ്മുടെ പരിസ്ഥിതിയും അതുപോലെ തന്നെ വനം വകുപ്പും എല്ലാം പറഞ്ഞതിന് വിരുദ്ധമായിക്കൊണ്ട് ആ പ്ലാസ്റ്റിക് ആ പരിസരത്തെ ദുഷീകരിക്കാൻ വേണ്ടി, മലിനമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൂടുതൽ അവിടുത്തെ വന്യമൃഗങ്ങൾക്ക് അതുപോലെ തന്നെ വന്യസസ്യങ്ങൾക്ക് ഒക്കെ വലിയ ഹാനികരമാകുന്ന വിധത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് മാലിന്യം കൂടി വരുത്തി തീർക്കുന്നതാണ് അവിടെ നമ്മൾ നടക്കുന്നത്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ചെയ്യുന്ന 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 4 വോട്ടിനും
മഹാപാപമാണ്, അയ്യപ്പനോട് ചെയ്യുന്ന മഹാപാപമാണ്. അല്ലാതെ അയ്യപ്പ ഭക്ത സംഗമമല്ല, ഇത് അയ്യപ്പ മഹാപാപ സംഗമമാണ് ഇവിടെ നടത്തുന്നതാണെങ്കിൽ പമ്പയിൽ നടത്താൻ പാടില്ല. പമ്പ ഇപ്പം തന്നെ മലീമസമായിട്ടുള്ള ഒരു നദിയാണ്. ആ നദിയുടെ പരിസരം തന്നെ മലീമസമാക്കുന്ന ഒരു പരിപാടിയാണ്. 3000 പേരെയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ, ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ, ഇതിൻ്റെ സൗജന്യം പറ്റാൻ വരുന്ന ആൾക്കാർ എല്ലാം കൂടെ വെച്ച് അവിടെ നടത്തുന്നത് ശബരിമലയോട് ചെയ്യുന്ന, വന്യമൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയും ആണത് എന്നുള്ള കാര്യത്തിൽ ഒരു അനാവശ്യമായിട്ട് വോട്ടിന് വേണ്ടി ചെയ്യുന്ന, പ്രകൃതിയോട് ചെയ്യുന്ന മഹാപാപം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.